Hello guys, welcome to Task YouTubers. I am Kailas along with Tarun, Abhishek and Suraj. ഞാനിവിടെ ഒരു വെറൈറ്റി സെഗ്മെന്റ് ഇട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും ചേർത്ത വെറൈറ്റി സെഗ്മെന്റ് എന്താണത്? അൺബോക്സിംഗ്. യെസ്, ഇന്ന് ആമസോണിൻ്റെ നമുക്കൊരു ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ വരുത്തുകയാണ്. ഇതിന് എനിക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ പറ്റുകയാണ്. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഞാനിത് പ്രോഡക്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. എൻ്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് സംഭവം ആമസോണിൽ അത് ഓക്കെ, അതിവിടെ സൈഡിലോട്ടിരിക്കട്ടെ. കവർ മാത്രം. ഇനി ഇതെന്താണ് സാധനം എന്നറിയാൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ദിസ് ഈസ് എ OnePlus Bullet C വയർലെസ് ഹെഡ്സെറ്റ്. യെസ്, 2000 രൂപ എടുത്ത് ഞാനങ്ങ് മേടിച്ച് ഈ സാധനം. പിന്നെ ഇത് വന്നിട്ട് എനിക്കറിയാം ഞാൻ ഈ അൺബോക്സിങ് വീഡിയോ ഇടാൻ കുറച്ച് വൈകിയെന്ന് പറഞ്ഞാൽ 4 മാസത്തെ വൈകും എന്തായാലും വേണ്ടിയിട്ടുണ്ട്. കാരണം ഈ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് 4 to 6 months ആയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട്. പക്ഷേ പ്രോഡക്റ്റ് ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു റിവ്യൂ ആണ് ഈ പ്രോഡക്റ്റിന് കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ JBLൻ്റെ ഹെഡ്സെറ്റ് കൂടെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അത് ഞാൻ ഓർഡർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, അത് വയർലെസ് ഹെഡ്സെറ്റ് തന്നെ. അപ്പം നമുക്ക് എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ പോലെയും അങ്ങ് നടത്തി കാണാം. അപ്പം ഇതെന്തായാലും ഞാൻ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കൈയടിക്കും ഞാൻ അൺബോക്സ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ക്യാമറ ഇങ്ങനെ വരും. നമുക്ക് ഇതിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇത് നമുക്ക് നോക്കാം. റാപ്പ് ചാർജർ 10 minutes ചാർജ് ഗീവ്സ് യു 10 hours ലിസണിങ് ടൈം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 10 മണിക്കൂറത്തെ വരെ ഇത് കിട്ടും എന്നാണ് OnePlusൻ്റെ കമ്പനിക്കാർ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ബാറ്ററി ലൈഫ് ഒരു പക്കായി 20 hours ഫുൾ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട്. മാഗ്നറ്റിക് കൺട്രോൾസാണ്, നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഒന്നുമില്ല, എല്ലാം മാഗ്നറ്റിക് കൺട്രോൾസാണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻസ് ആണ്, വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വേർക്കുമ്പോഴും വെള്ളം കയറുമ്പോഴും ഒന്നും വിഷയമില്ല. IP6ൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. പിന്നെ ക്വിക്ക് സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിലുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. പിന്നെ ലോ ലാറ്റൻസി മോഡെന്ന് ഒരു കൊടുത്തിട്ടുണ്ട് അവർ. പക്ഷേ ഇത് നമുക്ക് സാധാ ഫോണിന് കിട്ടത്തില്ല. OnePlusൻ്റെ ഫോണിലുള്ള ഫെനറ്റിക് മോഡലുള്ള OnePlusൻ്റെ ഫോണിന് മാത്രമേ ഈ ലോ ലാറ്റൻസി മോഡ് കിട്ടുള്ളൂ. ലോ ലാറ്റൻസി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങളൊരു ഗെയിമറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിലേ, ഇത് സൗണ്ട് ഡിലേ ഒക്കെ നമുക്ക് കുറച്ച് കുറവായിരിക്കും. ഗെയിമിങ്ങിന് മാത്രമാണ് ഈ ലോ ലാറ്റൻസിയുടെ ആവശ്യം വരിക. എന്നും വെച്ച് സാധാ ഫോണിനും ഇത് ലാറ്റൻസി വരുമെന്ന് അത്രയ്ക്ക് ലാറ്റൻസി ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇത് അങ്ങ് തുറന്ന് നോക്കി കളയാം. അപ്പോൾ നമുക്കിതങ്ങ് തുറന്ന് കളയാം. എന്തായാലും ഇതിന് 500 mAh ബാറ്ററിയാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അഫ്കോഴ്സ് എല്ലാ പ്രോഡക്റ്റ്സിനെയും പോലെ ഇതും ചൈനയിൽ നിന്നാണ് വരുന്നത്, ബട്ട് നോ പ്രോബ്ലം. സോ ഇതാണ് കേസ്, ഞാൻ ഇപ്പം കാണിച്ചിരുന്നത്. ഇതാണ് കേസ്. നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് അക്സസറീസിൻ്റെ ആ ഒരു സെപ്പറേറ്റ് പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് OnePlusൻ്റെ ഫേമസ് ചോപ്പ്, OnePlus ചാർജറൊക്കെ ഫേമസ് ചോപ്പ് ചാർജർ, പിന്നെ ബഡ്സ്, നമുക്ക് ഇയർ സൈസിനനുസരിച്ചുള്ള ബഡ്സ്, പിന്നെ കുറച്ച് യൂസർ മാനുവൽസ്, സം സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ഇതൊക്കെയാണ് OnePlusൻ്റെ ഈ ബോക്സിൽ അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് വരുന്നത്. വേറെ ബോക്സ് കാലിയാണ്. പക്ഷേ എനിക്ക് OnePlusൻ്റെ കേസിങ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സാധനം എന്തായിരിക്കുന്നത് മോനെ ആയിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതങ്ങ് എടുത്തു നോക്കാം. അപ്പം എടുത്തു വച്ച് വാവ്, വാട്ട് എ കളർഫുൾ. എനിക്കിഷ്ടപ്പെട്ട സാധനം. നല്ലൊരു റബ്ബർ ഫിനിഷിംഗ് ആണ് കേട്ടോ. പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ്, നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. പിടിച്ചു നോക്കിയിട്ട് നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഈ റബ്ബറും അത്യാവശ്യം നല്ലൊരു ഫ്ലെക്സിബിൾ റബ്ബറൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചൊട്ടി പോക്കറ്റ് ഇട്ടോട്ട് പോയാലും ഒന്നും പറ്റത്തില്ല. അതൊക്കെയാണ് OnePlusൻ്റെ ഒരു ക്വാളിറ്റി എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റിയാണ്, അത്യാവശ്യം എല്ലാം ഒന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞു. പിന്നെ C പോർട്ട്, എല്ലാവരും നോക്കിയിട്ടുണ്ടാക്കുന്ന C പോർട്ട് ചാർജാണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അതൊരു നല്ലൊരു അഡീഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ക്വിക്ക് സ്വിച്ചിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് അത് ഇതായിരിക്കുന്നുണ്ട്, ക്വിക്ക് സ്വിച്ചിൻ്റെ ഓപ്ഷൻ. അതും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ വേണ്ട OnePlusൻ്റെ ആ ഒരു എംബ്ലോക്ക് അവർ കൊടുത്തിട്ടുണ്ട്, കളർഫുൾ. ഞാൻ എൻ്റെ ബ്ലാക്ക് വേരിയൻ്റ് ഓർഡർ ചെയ്ത്
പേഴ്സണലി എനിക്കൊരു ബ്ലാക്ക് എനിക്ക് വയർലെസ് എനിക്ക് സാധനം ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് വേരിയൻ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് എന്ന് വെച്ചാൽ വെറും ബ്ലാക്ക് അല്ല, ബ്ലാക്കും ചുവപ്പും കൂടെ ചേർന്നിട്ടുള്ളൊരു ബ്ലാക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇത് എന്തായാലും ഇപ്പോൾ തുറന്ന് നിങ്ങൾ മുമ്പേ ആയി തുറക്കുന്നത് ചാർജ് ഒന്നും കൊടുത്തില്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി സൈഡിലോട്ടേക്കാം. എന്തായാലും ഇത് ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ബോക്സിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഈ യൂസർ മാനുവലും റെഡ് കേബിൾ ഡീറ്റെയിൽസും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഒരു വലിയ സംഭവമൊക്കെ കിട്ടുന്നത്. സോ ഇതാണ് സാധനം. ഇനി ഞാൻ എൻ്റെ ഫോൺ എടുത്തു. എൻ്റെ വൺ പ്ലസിൻ്റെ ഫോണല്ല, എന്തായാലും എൻ്റെ റിയൽമിയുടെ ഫോണാണ്. നമുക്ക് എന്തായാലും ബ്ലൂടൂത്ത് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഓണാണ്. നമുക്ക് നോക്കാം. ഇതിന് ഓൺ ഓഫ് ബട്ടൺ ഇല്ല, ഇത് മാഗ്നറ്റിക് കണക്ഷനാണ്. മാഗ്നറ്റ് നമ്മൾ ഊരുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ആയിക്കോളും. മാഗ്നറ്റ് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളും. പിന്നെ കുറേ പേർക്ക് ഈ ടെൻഷൻ കാണും, ഇത് ബാങ്കിൻ്റെ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി തുറക്കുമെന്നതാണ്. ബട്ട് ഇതിൻ്റെ ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് എനിക്കിതൊരു നല്ലൊരു അത്യാവശ്യം ഒരു കണക്റ്റഡ് സ്ട്രോങ് മാഗ്നറ്റ്സ് ആയിട്ടാണ് തോന്നുന്നത്. അത്യാവശ്യം ഒരു ഇതൊക്കെ നമുക്ക് വിഡ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് മാഗ്നറ്റ്സ് ആണ് കിട്ടുന്നത്. മാത്രമല്ല അവർ വൺ പ്ലസിൻ്റെ കമ്പനിക്കാരി തന്നെ പറയുന്നുണ്ട് ഇത് ഏകദേശം 5 മിനിറ്റ്സിലായിട്ടും കണക്റ്റഡ് ആയിട്ട് ചുമ്മാ ഒന്നും ഇതായിട്ട് കിടക്കുകയാണെങ്കിൽ, ബ്ലൂടൂത്ത് ഓഫായി കിടക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഫോണിൽ ബ്ലൂടൂത്ത് ഓഫാണ്, പക്ഷേ അഥവാ ഇത് ഓണായി കിടക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും എന്നുള്ളൊരു ഓപ്ഷൻ പറയുന്നുണ്ട് അവർ. സോ അതൊക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ മാക്സിമം വീഡിയോ ഷോർട്ടനാക്കാൻ നോക്കുന്നുണ്ട്, മാക്സിമം ഞാൻ എല്ലാം കവറും ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിത് തുറക്കാം. സോ ഞാൻ അതായത് ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കിയതിൻ്റെ ഇൻഡിക്കേഷനാണ് വൈറ്റ് ലൈറ്റ് കത്തുന്നുണ്ട്. ഇതാ എൻ്റെ ഫോണിലും വന്നിട്ടുണ്ട് OP ഹെഡ്സെറ്റ്, OnePlus ഹെഡ്സെറ്റ് പെയറിംഗ് ആണ്. ഫസ്റ്റ് ടൈം പെയറിംഗ് ആണ്. യെസ്, സംഭവം എന്താ പെയർ ആയിട്ടുണ്ട്. OnePlus ബുള്ളറ്റ് വയർലെസ് C ഹെഡ്സെറ്റ് പെയർഡ്. OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് C എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടല്ലോ കണക്റ്റഡ് ആയിട്ടുണ്ട്. ആദ്യം കാണിച്ചെന്ന OP ഹെഡ്സെറ്റാണ്. നമ്മൾ പിന്നെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും OnePlus ബുള്ളറ്റ് C എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ക്വിക്ക് കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഓഫായി കഴിഞ്ഞതാ, ഓഫായി എൻ്റെ ഇത് പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഡാണ്. അപ്പോൾ നമുക്ക് ഇത് എത്ര ഇതിൻ്റെ വയർലെസ്സിൻ്റെ സ്പീഡ് നമുക്ക് നോക്കാം. ഊരാൻ പോയാണ്. ഓഹോ ഫ്രാക്ഷൻസ് ഏകദേശം ഒരു 2 സെക്കൻഡ്. ആ ഒരു 2 സെക്കൻഡ്സിനകത്ത് ഇത് പെയ്ഡായിട്ടുണ്ട്. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി ഐ ലൈക്ക് ഇറ്റ്. നമുക്ക് നോക്കാം, വെച്ച് നോക്കാം. വയ്ക്കാനുള്ളൊരു കംഫർട്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും സാറേ കേൾക്കാൻ പറ്റത്തില്ല. ആ ഒരു ഫീൽ ചുറ്റും എന്തൊക്കെ നടക്കുന്നത് കേൾക്കാൻ പറ്റില്ല. എൻ്റെ വോയിസ് എത്ര റൈസ് ആകുന്നില്ല എനിക്കറിയാൻ പറ്റത്തില്ല. വയ്ക്കുമ്പോഴത്തേക്കും അത്ര ഒരു നോയ്സ്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ നമുക്ക് അത്രയ്ക്കും ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അത്ര ആ ഒരു എയർ ഗ്യാപ്പ് ടൈപ്പ് മോഡ്യൂൾസാണ് അവർ കൊടുത്തിരിക്കുന്നത്. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് ഇനി ചെവി വെച്ചിട്ടൊന്ന് നോക്കാം. സംഭവം അങ്ങനെ ഊരിയൊന്നും പോകത്തില്ല. നമ്മൾ കളിക്കാൻ പോകുമ്പോഴായാലും ശരി, ജിമ്മിൽ പോകുമ്പോഴായാലും ശരി, നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. ഊരിയൊന്നും പോകത്തില്ല. അങ്ങനത്തെ ഒരു നമുക്ക് അത് ഉറപ്പ് പറയാം. നമുക്ക് കുറച്ച് പാട്ടൊന്ന് നോക്കാം. ഞാനിത് കേട്ട് നോക്കിയിട്ട് എൻ്റെ അത് എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാസ് അത്രയ്ക്ക് ഇല്ല, മീഡിയം ബാസൊക്കെയാണെന്ന് പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് തന്നെ മ്യൂസിക്കിലാണ്. അപ്പം അവനെ കൊണ്ട് തന്നെ കുറച്ച് ഇത് പാട്ട് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഞാൻ അവനെ കൊണ്ട് കുറച്ച് സോങ്സൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ വോയിസ് നോക്കാം. നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും 50% വോയിസിലാണ് കിടക്കുന്നത്. സോ ഞാൻ പാട്ട് കേട്ടിട്ട് എങ്ങനെയുണ്ട് പറയാം. വോയിസ് കൂട്ടാണ്. കിടില വോയിസ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുൾ പേഴ്സൻറ്റേജ് കേട്ടോ എനിക്ക് നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിതിൻ്റെ വോയിസ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്കും കൂടെ കേൾപ്പിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്തതിൻ്റെ വോയിസ് എങ്ങനെയാണ്. അപ്പം അവിടെ ക്യാമറ എടുത്തോട്ടാണ്.
അല്ല, എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെഡ്സെറ്റ് എനിക്ക് അത്യാവശ്യം ബാസും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് കണ്ടിട്ടാണ് പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും ഡിസ്കണക്ട് ആയിട്ടുണ്ട്, അപ്പോൾ ഉടനെ തന്നെ ഡിസ്കണക്ട് ആയിട്ടുണ്ട് ഫോണിൽ നിന്ന്. സോ എനിക്ക് ഇതാണ് എൻ്റെ മ്യൂസിക് എക്സ്പീരിയൻസ്. ഞാൻ പറയല്ലോ, ഞാൻ ഇനി എൻ്റെ ഒരു ഓവറോൾ റേറ്റിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ സംഭവം വളരെ ഒരു ബിൽഡ് ക്വാളിറ്റി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ സാധനം. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ചുട്ടിപ്പിടിക്കും മടക്കി കയ്യിൽ വെച്ചാലും അത് ഇരുന്നോളും. നമുക്ക് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല, ഇരുന്നോളൂ. നല്ലൊരു ഡ്യൂറബിൾ പ്ലാസ്റ്റിക് ഒക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. പിന്നെ മ്യൂസിക് കാര്യങ്ങളിൽ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഗെയിമിൻ്റെ സംഭവം എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. എല്ലാവരും പറയുന്നത് ഗെയിമിന് ലാറ്റൻസി ഭയങ്കര കുറവാണ്, ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. സോ ഗെയിമിൻ്റെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഫോണിൻ്റെ വോയിസ് ഞാൻ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്താണ്. വോയിസ് എന്തായാലും ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്യണം. നമുക്ക് OnePlus ഇതായിട്ട് കണക്ട് ചെയ്തിട്ടില്ല നമുക്ക്. അപ്പം അത് അല്ല നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ PUBG മൊബൈൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഇതുണ്ടല്ലോ, ഇത് ഫോണിൻ്റെ ഇതാണ്. വോയിസ് മാക്സിമം ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് നെറ്റ് കുറച്ച് സീനാണ്. ഓക്കെ, ഇതാണ് ഫോണിൻ്റെ ആ ഒരു ഇത് സൗണ്ട്. ഇതാണ് സൗണ്ട് ഫോണിൽ ഇന്ന് ഓപ്പൺ ചെയ്ത് ഇന്നത്തെ ആ ഒരു ഇതാണ് സൗണ്ട് ഇതാണ് കാണിക്കും. ഇപ്പം ഫോണിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞ് നമുക്കിത് ബ്ലൂടൂത്ത് ആയിട്ട് ഞാൻ കണക്റ്റ് ചെയ്യാൻ പോവാണ്. ഊരിക്കഴിഞ്ഞ് അപ്പോൾ ഇത് ബ്ലൂടൂത്ത് ആയിട്ട് കണക്റ്റ് ആകാൻ പോവാണ്. ഓഫ് കോഴ്സ് ഇതിപ്പോൾ ബ്ലൂടൂത്ത് അയക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം. ട്രെയിനിങ് സെക്ഷനിൽ പോകാൻ പോവാണ്. അപ്പോൾ ട്രെയിനിങ്ങിലോട്ട് പോകാൻ പോവാണ്. ഇനി ഇത് നമുക്ക് ലാറ്റൻസി നോക്കിക്കളയാം. അപ്പോൾ ഞാൻ PUBG ഓപ്പൺ ചെയ്തിട്ടുണ്ട്. PUBG ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ലാറ്റൻസി ഞാൻ എത്രത്തോളം പറ്റുന്ന അത്രത്തോളം ഞാൻ എന്തെങ്കിലും കേൾപ്പിച്ചാൽ നോക്കുന്നുണ്ട്. എന്തായാലും ഫയർ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളാണ് കേൾക്കുന്നത്, എനിക്ക് കംപ്ലീറ്റ് 0 ഔട്ടാണ്. നിങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ ലാറ്റൻസി എത്രത്തോളം ഉണ്ടെന്ന്. സോ ഇതാണ് ഓരോ ഷോട്ട് ഫയർ ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു ഇത്. ഇനി നമുക്ക് വെഹിക്കിൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിനും കൂടെ പൊടിച്ചിട്ട് അതിൻ്റെ ആ ലേറ്റൻസികൾ നോക്കാം. സോ ഇവിടെ തന്നെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. നമുക്ക് ഇത് ഫയർ ചെയ്ത് നമുക്ക് പൊട്ടിക്കാൻ പോകണം. എന്നിട്ട് അതിൻ്റെ ലാറ്റൻസി നിങ്ങൾ നോക്കി പറഞ്ഞു തന്നാൽ മതി. സോ ഇപ്പം നിങ്ങളാണ് ഇതിൻ്റെ എല്ലാ സൗണ്ടും കേട്ടത്. ഞാനിത് 0 എന്തായാലും കംപ്ലീറ്റ് 0 ആയിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കാരണം ഹെഡ്സെറ്റ് എൻ്റെ കയ്യിലില്ല. ഞാൻ ഇവിടെ ക്യാമറ ആ ഒരു മൈക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹെഡ്സെറ്റ്. അതിൻ്റെ ഇതിലാണ് എല്ലാ ലാറ്റൻസി എല്ലാം കേട്ടത്. കണ്ടല്ലോ ബ്ലൂടൂത്ത് ഇപ്പോഴും കണക്റ്റഡ് ആണ്. OnePlus Bullet C വയർലെസ് കണക്റ്റഡ് ആണ് ബ്ലൂടൂത്ത്. സോ അതിൻ്റെ ഇതിലാണ് ഇതിപ്പോൾ എല്ലാം കേൾക്കുന്നത്. ഞാൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫോണിലോട്ട് ഞാൻ കണക്ട് വെച്ചിട്ടുണ്ട്. സോ മാക്സിമം ഞാൻ രണ്ടും കൂടെ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എന്നെയും കാണാനായിട്ട് ഫോണിൽ കാണാം. അപ്പോൾ ഇതാണ് റീലോഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് വീഡിയോസ് ഞാൻ നോക്കട്ടെ. അത്യാവശ്യം ലാറ്റൻസി ഉണ്ട്. എന്ന് വെച്ചാൽ അബൌട്ട് 0.5 സെക്കൻഡ് തൊട്ട് 1 സെക്കൻഡ് വരെ ഒരു ഗ്യാപ്പ് ലാറ്റൻസി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു പ്രോ ഗെയിമറാണ് നിങ്ങളെങ്കിൽ അതൊരു വലിയൊരു ഇതായിട്ടുണ്ട്. കാരണം ഈ 1 സെക്കൻഡ് ഡിലേ എനിക്ക് തോന്നുന്ന കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു സെക്കൻഡ് ഗ്യാപ്പ് വന്നിട്ട് നമുക്ക് ഫയർ ചെയ്യാൻ പോകത്തില്ല. അപ്പോഴാണ് എനിക്ക് ആ ഒരു 1 സെക്കൻഡ് ഡിലേ എനിക്ക് തോന്നുന്നത്. ഫോണിൻ്റെ ആ 1 സെക്കൻഡ് ഡിലേ ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് ഒന്ന് ഫീൽ ആകുന്നത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് പിന്നെ വെടിവെക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് തോന്നുന്നില്ല. അതാണ് കണ്ടിന്യൂസ് അങ്ങ് പറ്റുള്ളൂ. പക്ഷെ ആ ഒരു വെടിവെച്ച് തുടങ്ങുമ്പോൾ ആ സ്റ്റാർട്ടിങ് പറ്റില്ല. അപ്പോഴാണ് എനിക്ക് ആ 1 സെക്കൻഡ് ഒരു ഗ്യാപ്പ് തോന്നുന്നത്. അപ്പോഴാണ് എനിക്ക് ആ ഒരു 1 സെക്കൻഡ് ഗ്യാപ്പ് ഫീൽ ആവുന്നത്. അത് മാത്രമേ എനിക്ക് ആ ഒരു ലാറ്റൻസിയെ കുറിച്ച് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു വലിയൊരു പ്രോ ഗെയിമാണെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലോട്ട് പോകല്ലോ. ഒരിക്കലും ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലേക്ക് പോകല്ലോ. കാരണം എല്ലാ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലും ഏകദേശം ലാറ്റൻസി കൂടുതലാണ്. സോ
ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം വലിയൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങാൻ നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങൾ ഒരു ഗെയിമർ ആണെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എടുക്കാൻ ഒരിക്കലും നിൽക്കരുത്. അത് എപ്പോഴും ലാറ്റൻസി ഫീൽ ചെയ്യും. അപ്പം ഏത് വലിയ കമ്പനിയുടെ ഹെഡ്സെറ്റ് അടിച്ചിട്ട് അത് ലാറ്റൻസി എന്തെങ്കിലും ഫീൽ ചെയ്യും. അതിൽ നമുക്കപ്പോൾ ഡയറക്റ്റായിട്ട് ഇനി ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ നമ്മളിനി കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ട്, ഫോണിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇത് ഞാൻ മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോൾ കപ്പാസിറ്റി കൂടെ നമുക്കൊന്ന് നോക്കാം. സാധാരണ എല്ലാവരും കോൾ കപ്പാസിറ്റിയൊക്കെ നോക്കുന്നത് പോലെ അല്ലാത്ത വെറൈറ്റി നമുക്ക് രീതിയിൽ നോക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ഇവിടെ നല്ല കറുത്ത അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്, മഴയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാം. എന്തായാലും ഞാൻ എന്താ ഇപ്പം ഈ ഫോണിലോട്ട് വിളിക്കാൻ പോവുകയാണ്. കണക്റ്റഡ് ആണ്, എൻ്റെ ഫോൺ കണ്ടല്ലോ കണക്റ്റഡ് ആണ്. ഇതാ ബ്ലൂടൂത്ത് വയർലെസ് OnePlus കണക്റ്റഡ് ആണ്. നമുക്ക് ഇതിൻ്റെ വിളിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മൈക്ക് നമുക്ക് നോക്കാം. മൈക്കിലോട്ട് പോകാൻ പറയുന്നതിന് മുമ്പ് ഇതാ മൈക്ക് ഇതിൻ്റെ വരുന്നത് ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ആ ഒരു മൗത്ത് പീസിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് മൈക്ക് കിട്ടുന്നത്. സോ അത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് വോയിസ് ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ വണ്ടി പോകുന്ന ഒരാൾക്കും ആ ഒരു ഡിസൈൻ, ആ ഒരു സ്പെസിഫിക് ഡിസൈനിലാണ് അവർ മൈക്ക് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി നമുക്ക് നോക്കാം. സോ ഞാൻ എന്താ വിളിക്കാൻ പോവുകയാണ്. ഇത് അനീൻ്റെ ഫോണാണ്. അപ്പോൾ അനീൻ്റെ ഫോണിലോട്ട് ഞാൻ എന്താ വിളിക്കാൻ പോവുകയാണ്. കോൾ വന്നിട്ടുണ്ട്, നമുക്ക് ഇനി ഇത് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് ദൂരെ പോയി നിൽക്കാൻ പോകണം. അപ്പം നിങ്ങളാണ് ഇത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയാണ് നിങ്ങൾ വേണം പറഞ്ഞത്. എനിക്ക് ശുദ്ധമായിട്ട് 0 ഔട്ടാണ് കേൾക്കുന്നത്. അവിടെ എന്താ നടക്കുന്നത് എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ഡിസ്റ്റൻസിലാണ് കേട്ടത്, ഒരു ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നുണ്ട്. അവിടുത്തെ വോയിസ് എങ്ങനെയാണെന്ന് എനിക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇത് മൈക്ക് എന്റെ അടുത്താണ് നിൽക്കുന്നത്. ആ ഇതിന്റെ മാത്രമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കറക്റ്റ് വരുന്നുണ്ടോന്ന് എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് മൈക്ക് അവിടെ ഫോൺ അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. കോൾ ഇപ്പോഴും കണക്റ്റഡാണ്. സോ ഇതിന്റെ മൈക്ക് ക്വാളിറ്റി നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ നോക്കാൻ പറ്റും. അല്ല ഞാൻ ഫ്ലാഷ് വെക്കാൻ പോലെ വിളിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്റെ ഡാറ്റ വിളിച്ച് ഞാൻ കറക്റ്റ് ആ വോയിസ് കേൾപ്പിക്കാൻ കഴിയും. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് നോയിസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ എന്തായാലും ഇത് മൾട്ടിടാസ്കിംഗ് ചെയ്യുമ്പോൾ എന്റെ ഫോണിൽ സോങ് ഇടാൻ പോയത്. ഇവിടെ ഞാൻ സോങ് ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് സോങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പകർന്ന് ഓടുന്നത്. അപ്പൊ ആ നോയിസ് ക്യാൻസലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അവിടെ നിന്ന് പറയാൻ പറ്റുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വീടിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പം അതിന്റെ എല്ലാ വോയിസ് ഇവിടെ നടക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാം, അങ്ങോട്ട് നോക്കാൻ നമുക്കറിയാം വീടിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീടിന്റെ പണിയാവേണ്ടിട്ട് അവിടുത്തെ നോയിസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കത് നല്ല ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വോയിസ് അതിൽ കൂടെ എങ്ങനെ കേൾക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിന്റെ ആ ഒരു നോയിസ് ക്യാൻസലേഷൻ പറയാൻ പോകുന്നത്. ഇനി അതാ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രോ ഗെയിമർ അത്രയും നിങ്ങൾക്കൊരു മൈന്യൂട്ട് 0.5 സെക്കൻഡ് ഇതിലേക്ക് നിങ്ങൾക്ക് അത്രയും കാര്യം തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കരുത്. കാരണം ഇതിനൊരു 0.5 സെക്കൻഡ് തൊട്ട് 1 സെക്കൻഡ് വരെ ഒരു ഡിലേ ഉണ്ട്. നമ്മൾ പറഞ്ഞത് സ്റ്റാർട്ടപ്പിനാണ് ആ ഡിലേ. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല സൗണ്ട് ക്വാളിറ്റി നല്ല വിഷയമാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എല്ലാം നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ആ ഒരു ബിൽഡ് ക്വാളിറ്റി ആ വയേഴ്സിനൊക്കെ ഞാനൊരു 9.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം. കാരണം അത്രയും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ആ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിനൊരു 9.5 നമുക്ക് കൊടുക്കാം. നമുക്ക് അത്രയും നല്ല ചുറ്റി മടക്കി കയ്യിൽ വെച്ചാൽ അത്യാവശ്യം ഒന്നും പോകത്തില്ല. അങ്ങനത്തെ രീതിയിലുള്ളൊരു ഇതാണ് ആ ഒരു ബിൽഡ് ക്വാളിറ്റി. അതിൻ്റെ ആ സ്റ്റിച്ചസ് ഉണ്ട്, ആ നോട്ട്സ്, ആ സ്റ്റിച്ച് നോട്ട്സും അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ 9.5 ഒരു റേറ്റിങ്ങോട് മാറി. പിന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്ര ഒരു ചെറിയൊരു ബേസിനൊരു കൺട്രോൾ ഉണ്ടെങ്കിലും നല്ലൊരു അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഏകദേശം ഒരു 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. കാരണം സൗണ്ട് ആ ഒരു ബേസിൻ്റെ ആ ഒരു പ്രശ്നത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഒരു 1 മാർക്ക് 2 മാർക്ക് കുറച്ചത്. ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സൗണ്ട് ക്വാളിറ്റി നമുക്കെല്ലാം പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞ ഫീച്ചറായിരുന്നു ഈ ഒരു ബട്ടൻ്റെ യൂസ്. ഈ ഒരു ബട്ടൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്വിക്ക് ഇതാണ്. നമ്മൾ സാധാരണ ഇപ്പം ഒരു 2 ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അല്ലാതെ വേറൊരു ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ച് നമ്മൾ ഒരു ഫോണിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം അടുത്ത ഫോണിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിൽ ആ ഒരു ഫീച്ചർ നമുക്ക് ചെയ്യണം. അതായത് നമുക്ക് ഈ ഒരു ബട്ടൺ ഡബിൾ ടാപ്പ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ ഫോണിൽ കണക്ട് ചെയ്തിട്ട് തന്നെ അപ്പുറത്തെ ഫോൺ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് പഴയ ഫോണിലോട്ട് കണക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണും ഈ ഒരു ഫോൺ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഫോണിൽ പെട്ടെന്നൊരു കോൾ, പക്ഷേ ഇത് കണക്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണ്. അപ്പം ഈ ഒരു ബട്ടൺ ഡബിൾ ടാപ്പ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഫോണിൽ ഡിസ്കണക്ട് ചെയ്തിട്ട് ഏതാണ് മുമ്പ് കണക്ട് ചെയ്യുന്ന ഫോൺ അതിലോട്ട് ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിക്കോളും. സോ ആ ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഇതിൻ്റെ. പിന്നെ അത്യാവശ്യം ഇതിൻ്റെ ബട്ടൺസും എല്ലാം നല്ലതാണ്. അതിൽ വരുന്നത് ഒരു മൾട്ടി ഫങ്ഷൻ ബട്ടൺ, പിന്നെ വോയിസ് അപ്പും വോയിസ് ഡൗണും എന്നുള്ള ഫങ്ഷനുള്ള ബട്ടണാണ് വരുന്നത്. എനിക്ക് അത്യാവശ്യം ഇതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇതിന് ഓവറോൾ ഒരു 10 മാർക്സിൽ മാർക്ക് കൊടുക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 8.5 ഔട്ട് ഓഫ് കൊടുക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ചാർജിങ് ആണ് ഇതിൻ്റെ മെയിൻ ഇമ്പാക്ട്. 10 minutes ചാർജ് ഗീവ്സ് യു 10 hours പ്ലേ ബാക്ക് ടൈം. അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. കാരണം 10 മിനിറ്റ് ചാർജ് നിങ്ങൾ ഏത് ചാർജ് യൂസ് ചെയ്താൽ ശരി, ഇപ്പോൾ ഊക്കായാലും ശരി, നോർമൽ 5 watt ചാർജ് ആയാലും ശരി, നിങ്ങൾക്ക് 10 minute ചാർജാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 100% ചാർജ് കിട്ടും എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫുൾ 20 hours പ്ലേ ബാക്ക് ടൈം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം അറൗണ്ട് 45 minutes അത്രയും ചാർജ് ചെയ്ത് ഊക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 30 minutes ചാർജ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് LED ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരും. ആ ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട് ഇതിൽ, അത് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ മാനുവൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ലൈറ്റിൻ്റെ ഇല്ല. പക്ഷേ ആ ഒരു വൈറ്റ് LED ലൈറ്റ് നമുക്ക് രാത്രി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വലിയൊരു ഇതാണ്. കാരണം ആ ഒരു ചെറിയ LED ലൈറ്റ് ആണെങ്കിൽ അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. സോ അതൊക്കെ മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ബാറ്ററിയും നിങ്ങൾ മ്യൂസിക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ബാറ്ററി ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ എന്തായാലും OnePlus ഒക്കെ. കാരണം അണ്ടർ 2000 ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്. അപ്പം അടുത്ത് ഞാൻ വീണ്ടും JBLൻ്റെ ഒരു ഹെഡ്സെറ്റുമായി ഞാൻ വരുന്നതാണ്. JBLൻ്റെ ഹെഡ്സെറ്റ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇൻഫിനിറ്റി ഹെഡ്സെറ്റ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. സോ അതുവരെയും സ്റ്റേ ട്യൂൺ. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കൂടുതൽ റിവ്യൂകൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി താഴെ കൊടുക്കുന്നത്, അതിലോട്ടൊന്ന് പോയി ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടി അടുത്ത ഫീച്ചർ അപ്ഡേറ്റ്സ് അധികം വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. ദിസ് കൈലാസ് സാനിയ ഫ്രം ടാസ്ക് യൂട്യൂബേഴ്സ്.